എൻ്റെ ഒരു സിമ്പിൾ ലഞ്ചൊന്ന് കണ്ടാലോ. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുവാണ്. ഇവിടുത്തെ തണുപ്പ് കാരണം കുറച്ച് കോൾഡൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൗണ്ട് മാറി നോർമലാവുന്ന ഒരു ക്ഷമയില്ലാത്തതുകൊണ്ടും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടും ഞാൻ വിചാരിച്ചു ഈ സൗണ്ട് വെച്ചിട്ട് തന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ. ഇതൊരു എന്താ പറയുക, ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഒരു ഇൻസ്റ്റാഗ്രാം റീല് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ആ റീല് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പോയി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്താ പറയുക, സാധനങ്ങളുടെ കുറവുണ്ട്. എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെക്കുക, കുറച്ച് കുരുമുളക് ഇടുക, കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി, പെരുംജീരകം ആയാലും മതി, പിന്നെ എന്താ പറയുക മല്ലിപ്പൊടി അല്ലെങ്കിൽ മല്ലി, എല്ലാം കൂടി നമുക്ക് ക്രഷാണ് ചെയ്യേണ്ട. അപ്പോൾ എല്ലാം കൂടി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് വെളുത്തുള്ളി, കുറേ അധികം കറിവേപ്പില, ഈ കറിവേപ്പിലയാണ് ഇവിടെ താരം കേട്ടോ, എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വെളുത്തുള്ളിയുടെയും കറിവേപ്പില നമുക്ക് എത്ര ഉണ്ടെങ്കിലും അത്രയും നമുക്ക് ഇടാം കേട്ടോ. പക്ഷേ കറിവേപ്പില ഫ്ലേവറൊന്നും പിന്നെ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില ഉള്ളതുപോലെ അങ്ങിടാം. പക്ഷേ തീ എപ്പോഴും മിനിമം ആയിരിക്കണം കേട്ടോ. പിന്നെ മുട്ട പുഴുങ്ങാൻ വെക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ പുഴുങ്ങിയ മുട്ട ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എള്ളെണ്ണയാണ് കുറച്ചധികം നല്ലതെന്ന് പുള്ളി പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് എള്ളെണ്ണ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ നോർമൽ നമ്മുടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മൊരിയിച്ചെടുക്കുക. ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പൊടി ഇതിൻ്റെ പുറത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഫ്ലേവർ മുട്ടയിൽ പിടിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ തീ എപ്പോഴും മീഡിയം ടു ലോ, ഐ പ്രിഫർ മോർ ടു ലോ കേട്ടോ. അതായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം അങ്ങനെ ആക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഈ കൂട്ടിൽ ഈ മുട്ട ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക. അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. നല്ല രീതിയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ ഓൾറെഡി ഒന്ന് ചൂടായതാണല്ലോ, അപ്പോൾ ഒരുപാടങ്ങ് വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ മുട്ടയിൽ കോട്ട് ചെയ്യുന്നത് വരെ, അതാണ് നമ്മുടെ ഇവിടുത്തെ സംഭവം കേട്ടോ. അപ്പോൾ പുള്ളി ആ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്കിത് വെറുതെ വേണമെങ്കിലും കഴിക്കാം, അത്രയും ടേസ്റ്റാണെന്ന് കേട്ടോ. കാരണം എനിക്കും അത് തോന്നിയായിരുന്നേ. പിന്നെ നിങ്ങളുടെ മെയിനായിട്ട് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ ആ ക്രഷ് ചെയ്യണ സമയത്തും കൂടെ വേണമെങ്കിൽ അപ്പം ഇടാം, അല്ലെങ്കിൽ ഇത് ഇപ്പോഴും ഇടാം കേട്ടോ. ഞാൻ ക്രഷ് ചെയ്യണ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവസാനം ഇതിൻ്റെ പുറത്തൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറ് സെറ്റ് ചെയ്താലോ. അപ്പോൾ ചോറിൻ്റെ കറികളെന്ന് പറയുന്നത് ചോറ്, ബീൻസ് തോരൻ, തൈര്, പിന്നെ നമ്മുടെ ഈ മുട്ട, പിന്നെ ഇത് തലേ ദിവസത്തെ നെത്തോലി കറിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ലഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും നാടനാണ് കേട്ടോ. ഞാൻ എപ്പോഴും നാടനാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. മിക്കവാറും ഞാൻ ഒരു നേരമെങ്കിലും ഒരു നാടൻ ലഞ്ച് ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. ഇതിപ്പോൾ സെക്കൻഡ് റൗണ്ടാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.